ആദർശ് മേനോൻ. ബിസിനസ്സിലെ ചില കണക്കുകൾ അറിയാമായിരുന്നു നിനക്ക്. പക്ഷേ ആകാശം നിറയെ നീ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയത് എന്റെ തോളിൽ ചവിട്ടി നിന്നിട്ടാ. നിന്റെ ജീവിതം, നിന്റെ ഭാര്യ, ഇന്ന് ഇവർക്കിടയിൽ നിനക്കുള്ള സ്ഥാനം, അതൊക്കെ ഗ്ലോറിയുടെ കാൽക്കീഴിൽ നിന്ന് കിട്ടിയതാ. എന്റെ നാശം തുടങ്ങിയതും നിന്നിൽ നിന്നാ. അപ്പൊ ആദ്യം കൊല്ലേണ്ടത് നിന്നെയല്ലേ? ബന്ധങ്ങളുടെ വിലാപം. ഗ്ലോറിക്ക് അങ്ങനെ ആരുമില്ല. പുറകിൽ നിന്ന് വിളിക്കാനും തടയാനും. മുഖത്ത് ഒരു തുള്ളി ചോരയില്ലാതെ കണ്ണിൽ പേടി മാത്രം നിറഞ്ഞ് എല്ലാവരും, ലോകം മുഴുവൻ ഗ്ലോറിയുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതാ എനിക്കിഷ്ടം. ഹലോ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. എവരിത്തിങ് ഓക്കെ? കൊന്ന നിന്റെ കല തിരുകി എന്നെ കൊന്നു. വേറെ ആരെ തുടങ്ങാൻ സമ്മതിക്കില്ല. ഓപ്പറേഷൻ തിയേറ്റർ വരെ ചുമന്നെത്തിക്കാൻ ത്രോണിയില്ലാത്ത ജീവനാണോ ഇവർക്കൊക്കെ പകരം തരുന്നത്? അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ. അതിനുള്ള അവകാശം ഉള്ളതുകൊണ്ട്. ഇയാള് മിസ്റ്റർ ദേവൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കി ദത്തെടുത്തതാ എന്നെ മകളായിട്ട്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതിന് പരിഹാരമായിട്ട്. അനാഥയായി എനിക്ക് ഒരു തന്തയും തള്ളയും കിട്ടുമ്പോ ഞാനതിൽ ആനന്ദിക്കും. അവര് കോടീശ്വരന്മാരാവുമ്പോ അതിൽ അഹങ്കരിക്കും. പക്ഷെ മകളായി ഇവള് വന്നപ്പോ ദത്ത് നിയമം മറന്നു, സ്നേഹം മറന്നു. പിന്നെ ഞാൻ എന്താ നിങ്ങളോട് കാണിക്കേണ്ടത്? എന്റെ തള്ളക്ക് ഞാൻ വായ്ക്കരി ഇട്ടിട്ടില്ല. പക്ഷെ എന്റെ തന്തയും തള്ളയുമായി വേഷം കെട്ടിയ സകലതിനും എനിക്കത് ചെയ്യണം. സന്ധ്യാമേനോൻ, ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചിട്ടുണ്ട്. ഇവിടെ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും രക്തബന്ധത്തിന്റെ ഗന്ധം തിരിച്ചറിയുന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കും. പക്ഷെ അന്ന് ഞാൻ ഇവിടെ കൊന്നില്ലെങ്കിൽ ഒരു ചുക്കും നിങ്ങൾ തിരിച്ചറിയില്ലായിരുന്നു. എന്നെ ചേർത്ത് പിടിക്കും, മരണം വരെ മോളെന്ന് വിളിക്കാൻ. അത്രേ ഉള്ളൂ പ്രസവിച്ചവളുടെ ബന്ധം. ഒരു കൃമിയുടെയോ കീടത്തിന്റെയോ വിലയെങ്കിലും തനിക്കെന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ചുട്ടു തള്ളുമായിരുന്നു ഞാൻ. വെറും വേസ്റ്റായ തന്നെ കൊല്ലാൻ ഗ്ലോറിക്ക് പാഴാക്കാൻ സമയമില്ലടോ. ഈ വീടിനുള്ളിൽ എങ്ങനെയെങ്കിലും കത്തപ്പറ്റും. ഒരു ലാഡർ അറേഞ്ച് ചെയ്യാം.
ഇപ്പോഴും എന്റെ നെഞ്ചിൽ എന്നെ താലി കെട്ടതിന് എന്റെ ഭർത്താവാ. എല്ലാം വിട്ടുതരാന്ന് പറഞ്ഞിട്ടും ആ ഒരു പദവിയെങ്കിലും അനുവദിച്ചു തന്നോ? തന്നോന്ന്? വെട്ടി അഴിയുന്നതിന് പകരം മുറിവേൽപ്പിച്ച് സൂചന തന്നില്ലേ ഞാൻ നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും വികൃതമായ മരണം ബക്കറിന് കൊടുത്തിട്ടും മനസ്സിലായില്ല ഗ്ലോറിയെ. എന്റെ കഴുത്തിൽ നിന്നും അഴിച്ചെടുത്ത താലി ഇവളുടെ കഴുത്തിൽ കെട്ടി ജീവിപ്പിക്കണോ? ഞാൻ ജീവിപ്പിക്കണോന്ന്?